ഹായ് ഹലോ. ഒരുപക്ഷെ നിങ്ങൾ എന്നെ അറിയുന്നവരായിരിക്കാം, ചിലപ്പോൾ അറിയാത്തവരുമായിരിക്കാം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, എനിക്ക് മുൻപ് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. രണ്ട് യൂട്യൂബ് ചാനലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നൊരു ഏവിയറിയുടെ ഭാഗമായിട്ട് തുടങ്ങിയതും ഒന്നല്ലാതായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഏവിയറിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ചാനൽ അധികം യൂസ് ചെയ്യാതിരുന്നതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഞാൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിലേക്ക് ഇട്ടു. അങ്ങനെ കോപ്പിറൈറ്റ് ആയിട്ട് ഡിസേബിൾ ആയിപ്പോയി ആ ഒരു ചാനല്. അപ്പൊ നമുക്ക് നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളവരാകുമ്പോൾ അറിയാമിരിക്കുമല്ലേ, എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടി ചാനൽ നല്ല രീതിയിൽ കൊണ്ടിരുന്നത് അല്ലെ. അങ്ങനെ എനിക്ക് നല്ല മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു ചാനലായിരുന്നു. അങ്ങനെ എനിക്ക് നല്ലപോലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടിയ ഒരു ചാനലായിരുന്നു. അത് പിടിയെന്ന് ഡിസേബിൾ ആയി പോയപ്പോ കുറച്ച് ബുദ്ധിമുട്ട്. അത് പിന്നെ വീണ്ടെടുക്കാനുള്ള പണികളൊന്നും ചെയ്യാൻ പോയില്ല. കാര്യം പലരും പറയുന്നുണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ പിന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തെ, എന്നാൽ ഞാൻ ഉപയോഗിക്കാതെ കിടന്ന ചാനലിനെ ഒന്ന് നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് വരാം, പോയത് പോട്ടെ എന്ന് വിചാരിച്ച് അത് കണ്ട് മനപ്രയാസപ്പെട്ടിരിക്കുന്നില്ല എന്ന് വെച്ചു. അപ്പം ആ ചാനലിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബ്യൂട്ടി ടിപ്സ്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളും അല്ലാതെ ഗാർഡനിങ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ്, കുക്കിങ്ങിൻ്റെത്, ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു ഞാൻ ആ ഒരു ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ആ ചാനൽ പോയത് കാരണം ഞാൻ ഓർത്തു ഈ ഒരു ചാനല് അതേ രീതിയിൽ തന്നെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇതിൽ വീഡിയോ ഇട്ട് തുടങ്ങാം എന്നാണ് വിചാരിച്ച. കുറച്ച് പാടുപെട്ട എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളത് അറിയാം. എങ്കിലും നിങ്ങൾ എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. സാധാരണ യൂട്യൂബൊക്കെ അറിയാവുന്നതാണ്, ചാനൽ കാണുന്നവർക്കൊക്കെ അറിയുന്നതാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ എന്നറിയാം. എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ഭാഗം കൂടെ വിശദീകരിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇത് മാത്രമായിട്ട് പറഞ്ഞു പോകുന്നില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെ പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് എന്താ ഫംഗൽ ആക്നി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. ഫംഗൽ ആക്നി സാധാരണയായിട്ട് കൂടുതൽ ചൂടുള്ള സമയത്താണ് വരാറുള്ളത്. അതുപോലെ ചിലർക്ക് തലയിൽ കൂടുതലായിട്ട് താരന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് താരനല്ലാതെ തന്നെ പൊടി പൊടി പോലെ തലയിലൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് മുഖത്തേക്ക് വീഴും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലോട്ടൊക്കെ കൂടുതൽ ചൂടടിക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ, ആ താരൻ പോലത്തെ പൊടി നമ്മുടെ ഫേസിലോട്ട് വരികയും ഈ ചൂടും കൂടെ ആയി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഫംഗൽ ആക്നി വരാറുണ്ട്. സാധാരണ ആക്നി അല്ല, ഫംഗൽ ആക്നിയാണ്. ഫംഗൽ ആക്നി സാധാരണ ആക്നിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഫംഗൽ ആക്നി വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്തൊക്കെ ചൊറിച്ചിലായിരിക്കും വരുന്നത് കേട്ടോ. കൂടുതൽ നമ്മുടെ ശരീരത്തോട്ടൊന്നും അത് കാണത്തില്ല. കാര്യം തലയിൽ നിന്ന് വീഴുന്ന ആ പൊടി മൂലമുള്ള ഒരു ഫംഗൽ ആക്നിയാണ് ഈ ചൂടും കൂടെ അടിക്കും. അപ്പൊ നല്ല ചൊറിച്ചിലായിരിക്കും, മുഖമൊക്കെ തടിച്ച് നല്ല രീതിയിൽ ചൊറിഞ്ഞൊരു പരുവമാക്കി തീരും അത് നമ്മുടെ മുഖം. എനിക്ക് അങ്ങനെ ഒന്ന് പറ്റിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയപ്പോ ചൂട് ഇല്ല അവിടെ, എന്നിട്ടും എനിക്കത് ഫംഗൽ ആക്നി എന്റെ മുഖത്ത് പിടിച്ചു. കാര്യം നമുക്ക് തലയിലെ താരനല്ല, ഒരു ഡെഡ് സ്കിന്നൊക്കെ വന്ന് താരൻ പോലെ ഫീൽ ചെയ്ത് തലയിലൊക്കെ ഒത്തിരി ഇങ്ങനെ പൊടി പോലെ വന്നു. എനിക്ക് താരൻ നിലവിൽ ഉണ്ടായിരുന്ന ആളുമല്ല. അപ്പൊ ആ പൊടി പോലെ മുഖത്തോട്ടൊക്കെ വീഴും, എങ്ങനെ നമ്മൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും. അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ ഈ തണുപ്പായത് കാരണം ഹീറ്റർ യൂസ് ചെയ്യുമായിരുന്നു ശരിയായിട്ട്. ഹീറ്ററിന്റെ ചൂടെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എന്റെ മുഖത്തോട്ട് അടിക്കുന്ന രീതിയിലായിരുന്നു. കാര്യം ബാക്കി ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് വെച്ച് മുഖം കവർ ചെയ്യാതുമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ചൂടടിച്ചതായിരിക്കണം. മുഖത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ അതുപോലെ വന്നു കഴിഞ്ഞു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ വെച്ച് ഞാൻ ചെയ്യുന്നത് ആപ്പിൾ സൈഡർ വിനീഗർ ഇട്ട് മുഖം നല്ലതുപോലെ ക്ലീൻ ചെയ്യുമായിരുന്നു. ആപ്പിൾ സൈഡർ വിനീഗർ ഞാൻ ചെയ്ത 1 സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗറിന് 1 സ്പൂൺ വെള്ളം, നല്ല വെള്ളം എന്നുള്ള രീതിയിലായിരുന്നു മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് മുഴുവൻ കോട്ടൺ വെച്ച് തോരെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. തോരെ ആപ്പിൾ സൈഡർ വിനീഗർ ഇട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു പരിധി വരെ ഒന്ന് കുറഞ്ഞു നിന്നു. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത് നമ്മുടെ ടീ ട്രീയുടെ ജെല്ലൊക്കെ ഞാൻ ഉപയോഗിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലതാണ് ഫംഗൽ ആക്നിക്ക്. പിന്നെ ഞാൻ അതോടൊപ്പം തന്നെ ചെയ്യുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഫംഗൽ പ്രോബ്ലം അങ്ങനെ വല്ല മുഖത്ത് വരുവാണ്, ബാക്ടീരിയ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ഫേസ് പാക്ക് ഉണ്ട്, അത് ഞാൻ ഉപയോഗിച്ചായിരുന്നു. അതായത് നമ്മുടെ ജീരകം ഉണ്ടല്ലോ, നല്ല ചെറിയ ജീരകം നല്ലതുപോലെ പൊടിച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതുപോലെ കഴുകി ഒന്ന് വെള്ളം തോർത്തി പൊടിച്ചെടുക്കാവുന്നതാണ്. ആ പൊടിച്ചെടുത്ത് തൈരുമായിട്ട് മിക്സ് ചെയ്ത് അതൊരു ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തായിരുന്നു എന്റെ മുഖത്തെ കുറച്ചൊക്കെ ഒന്ന് ഇതാക്കി ഞാൻ വെച്ചത് കേട്ടോ. പക്ഷെ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യത്തെ 1-2 ദിവസം നമ്മുടെ ഈ കാലാവസ്ഥയുമായിട്ട് ഇപ്പൊ മുഖത്തൊന്നും ഇല്ലാതെ തന്നെ പാടെ പോയി. അപ്പൊ ഞാൻ ഓർത്തു ശരിയായിട്ട് പോയല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പം പഴയതിന്റെ ഇരട്ടിയായിട്ട് കൂടി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്തു ഈ പഴയ പടി തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
ഇനി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആപ്പിൾ സൈഡർ വിനീഗർ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ജീരകത്തിന്റെ ഫേസ് പാക്ക് ഇട്ടു. ഞാൻ ഇവിടെ വന്ന് ജീരകം പൊടിച്ച് ഉണക്കി പൊടിച്ച് നല്ലൊരു ഇതാക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ അതിന്റെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്തു. അങ്ങനെ വന്നപ്പം ഒത്തിരി ആയിട്ടുള്ളതൊന്ന് ശമനം വന്നു കേട്ടോ, മുഖത്ത് കുറച്ചൊരു ഇത് വന്നു. അതിന്റെ ഞാൻ ഫോട്ടോ ഇവിടെ ഇടാം. ഇത് ഇത്രയും ഞാൻ മുഖത്തിട്ടതിന് ശേഷമുള്ള. അപ്പൊ എനിക്കറിയാം ഇതെന്തായാലും നമ്മളിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായം കൂടെ എനിക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടു. അങ്ങനെ ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇപ്പം ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇതുപോലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നവും പറഞ്ഞില്ല. ഡോക്ടർ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു, ഈ ചൊറിച്ചിലിനൊക്കെ ഒരുപാട് ആശ്വാസം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തപ്പോ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എനിക്ക് വേറൊരു ആന്റിബയോട്ടിക് ക്രീമും മോയ്സ്ചറൈസറും തന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീനും ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ കാര്യം, നമ്മൾ എന്തൊക്കെ വന്നെന്ന് പറയാൻ ഒരു സൺസ്ക്രീനൂടെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എന്റെ മുഖത്ത് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മുഖത്ത് ഒന്നേ ഇല്ലാതെ പോയി കേട്ടോ. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ ആ ഫോട്ടോയും കാണിക്കാം, ഈ ഫോട്ടോയും കാണിക്കാം. ഇതിപ്പം കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ എന്റെ മുഖത്ത് ഒന്നും ഇല്ലാതെ. അപ്പൊ 2 ദിവസം ഞാൻ ഇത് കഴിഞ്ഞ ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായം തേടി ആ മരുന്ന് യൂസ് ചെയ്തതിന് ശേഷം ഇത്രയൊക്കെ വ്യത്യാസം വന്നു. അപ്പൊ ഈ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഫംഗൽ അക്നി കൊണ്ട് ഇതുപോലെ വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ശമനം കിട്ടും, ചൊറിച്ചിലിനും ആശ്വാസം കിട്ടും. അതിനുശേഷം നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായം തന്നെ തേടുക. അപ്പൊ ഞാൻ നല്ല ഉപകാരപ്രദമായിട്ടുള്ള വേറെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കില്ല, നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.